ഇന്ന് തിരുവനന്തപുരം വയലിൽ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സർവീസ് റോഡിലുള്ള ചോക്കോടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുനാഫ ബോംബ് ലബാൻ ഒക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുനാഫ ബോംബാണ് വാങ്ങിയത്. 2 ദിവസം മുമ്പ് പോയിട്ട് ലബാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ലബാനിൻ്റെ ഉള്ളിൽ ഒരു ലെയർ കേക്ക്, അതിൻ്റെ മുകളിൽ ഐസ്ക്രീം, അതിൻ്റെ മുകളിൽ കുനാഫ ഡോ, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ലിക്വിഡോ ഒഴിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുനാഫ ഡോയ്ക്ക് ഉള്ളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമാണ്, അതിൻ്റെ പുറത്തായിട്ട് വീണ്ടും ചോക്ലേറ്റ്, മെൽറ്റഡ് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഒരു തണുപ്പും ആ ചോക്ലേറ്റും കുനാഫയുടെ ക്രഞ്ചിനെസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടുത്തെ പാക്കിങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നോക്കൂ, ഈ ബോക്സിനകത്ത് അവരിങ്ങനെ ഒഴിച്ച് തരുമായിരുന്നു. അപ്പോൾ ഈ ലിക്വിഡൊക്കെ ഇങ്ങനെ അതിലോട്ട് ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നിയിട്ട് എനിക്ക് പാക്കിങ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് തിരുവനന്തപുരം ഈഞ്ചിക്കലുള്ള ചോക്കോടയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ടേസ്റ്റൊക്കെ കഴിച്ചപ്പോൾ കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഔട്ട്ലെറ്റ്. ഇതതിൻ്റെ മെനു ആണ്. ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. ചോക്കോ ക്രീമും പിന്നെ മൊജിറ്റോയും ഒക്കെ ഉണ്ട്. മോൻ അങ്ങനെ മെനു ഒക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ഓരോന്നായിട്ട് വാങ്ങാൻ പറ്റത്തില്ല, എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. ചോക്കോ ബോംബിന് 300 രൂപയാണ്. അതുപോലെ ചോക്കോ ബ്രൗണി ഉണ്ട്, ഡോണട്ട് ഉണ്ട്, എല്ലാത്തിലും ചോക്ലേറ്റൊക്കെ ഇങ്ങനെ നിറയെ ഒഴിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. കൊള്ളാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഐസ് സ്റ്റിക്കിൻ്റെ വെറൈറ്റികൾ കിട്ടും കേട്ടോ. പല വെറൈറ്റിയിലുള്ള ഐസ് സ്റ്റിക്ക് ഉണ്ട്, കിറ്റ്കാറ്റ്, സ്നിക്കേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എല്ലാം കൊള്ളായിരുന്നു. അപ്പം എല്ലാവരും ഈ റൂട്ട് വരുമ്പോൾ ഒന്ന് വാങ്ങിയിട്ട് പോണേ.